ചെയ്തു. ഇതോടെയാണ് ഇവിടെ ഒരു പ്രതിഷേധത്തിന്റെ കനം കൂടിയത്, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഈ നാട്ടുകാർ പറയുന്നത് ഇത്രയും വലിയൊരു കൊലയാളിയെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകില്ലേ, ആ പ്രതിഷേധമുണ്ടാകുന്ന നാട്ടുകാരെ എന്തിനാണ് ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിച്ചത് എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഈ പ്രതിഷേധം കനക്കാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. പിന്നീട് രാത്രി ഒരു 2 മണിയോടുകൂടി, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇയാളെ നാടകീയമായി ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് പുറകിൽ കാണുന്ന ഈ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. അതും നാടകീയമായാണ് അവിടെ നിന്നും മാറ്റിയത്. 5 വണ്ടികൾ, അതിലൊരു വണ്ടിയിൽ ഈ ചെന്താമരയെ കയറ്റുന്നു. തുടർന്ന് ഈ 5 വണ്ടികൾ നിരനിരയായി പോയിട്ട് ഒരു ജംഗ്ഷനിൽ വെച്ച് 5 വഴികളിലേക്ക് ഇത് നീങ്ങുകയായിരുന്നു. അങ്ങനെ കൂടെ പോയ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയത്. പിന്നീടാണ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിൽ പ്രതിയെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത്. ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും തുടർ നടപടികളൊക്കെ ഉണ്ടാവുക. അതിനിടെ പ്രാഥമികമായ വിവരശേഖരണം പോലീസ് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം, ഈ ചെന്താമര പറഞ്ഞത് താൻ ഒരു പറമ്പിലേക്ക് വടിയിൽ ഈ കൊടുവാളും ഒക്കെ കെട്ടി പോകുകയായിരുന്നു. ഈ സമയത്ത് ഈ സുധാകരൻ തന്നെ വണ്ടി ഇടിക്കാൻ വേണ്ടി വന്നു. ഇതോടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ ഒരു വടി വീശുകയായിരുന്നു. ഇത് ഈ സുധാകരന്റെ കഴുത്തിൽ തട്ടിയാണ് മുറിവ് പറ്റിയത് എന്നുള്ളത് ഈ ചെന്താമര പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിരോധിക്കാൻ വന്ന ലക്ഷ്മിയെയും താൻ വെട്ടി എന്നുള്ളതാണ് ചെന്താമര പറയുന്നത്. പക്ഷേ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ 12 മാരകമായ മുറിവുകളാണ് ലക്ഷ്മിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഈ സുധാകരന്റെ ശരീരത്തിലും മരണത്തിന് കാരണമായ മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആക്രമിച്ചതെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ചെന്താമരയുടെ നിലവിലെ ഈ മൊഴിയൊന്നും പോലീസ് ഇപ്പോൾ വിശ്വാസ്യതയിലെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. കൂടുതൽ തീർച്ചയായും നന്ദഗോപാൽ, ഞാൻ ആ നടപടികളിൽ